അവിടുത്തെ വോട്ടർമാർ കാണാൻ പോകുന്നത്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഒരു പ്രസക്തിയില്ല. അത് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി മാത്രമായിരിക്കും സ്ഥാനാർത്ഥി. ആ ജനങ്ങളുടെ പ്രതിനിധിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ജനങ്ങളും ഈ പറയുന്ന പിണറായിയും മരുമകനും തമ്മിൽ ഏറ്റുമുട്ടലിൻ്റെ എന്താ പറയുക, അതിൻ്റെ നേർചിത്രം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ വരും. UDF സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവസാനവട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ അവർ ബന്ധപ്പെടുകയോ അഭിപ്രായം തേടുകയോ ചെയ്തിട്ടില്ല? അങ്ങനത്തെ ഒരു ഡിസ്കഷൻ്റെ ആവശ്യമില്ല. നിരുപാധിക പിന്തുണ എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമല്ല. രണ്ടാം ഘട്ടം ചോദിച്ചപ്പോഴും നമ്മൾ തീർത്ത് പറഞ്ഞതാണ്, നിങ്ങൾക്കത് തീരുമാനിക്കാം, അതിൻ്റെ റൈറ്റ് നിങ്ങൾക്കുണ്ട്, അതവർ തീരുമാനിക്കും. പ്രഖ്യാപനം വേണം, പെട്ടെന്ന് വേണം എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. കാരണം കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അല്ല, അവിടെ 10 ദിവസം മതി. ഇനി 10-25 ദിവസം ഉണ്ടല്ലോ. 15 ദിവസം അധികമെന്നില്ല അഭിപ്രായക്കാരനാണ് ഞാൻ. വെറും 10 ദിവസം മതിയെന്ന്. ആ വോട്ടിംഗ് അവിടെ നടന്നാൽ മതി. ജനങ്ങളതിനെ കാത്തിരിക്കുകയാണ്. ഒരു പ്രചരണത്തിൻ്റെ ആവശ്യം നിലമ്പൂരിലില്ല. ഇപ്പോൾ ഈ 98 MLA-മാരും മന്ത്രിമാരും മുഖ്യമന്ത്രിയും എന്താ പറയുക പിണറായി കുടുംബം ഒക്കെ വരുമല്ലോ. ഇനിയിപ്പോൾ അവിടെ തന്നെ ആയിരിക്കും എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഒന്നും UDF-നെ സംബന്ധിച്ച് അതിനൊന്നും ആവശ്യമില്ല. ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ ഈ ഹൈവേയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതായത് ഇവർ നടത്തുന്ന, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്ര വലിയൊരു ദുരന്തം കേരളത്തിലുണ്ടായിട്ട് അതിൻ്റെ PWD മന്ത്രിയുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് ആ സ്ഥലം സന്ദർശിച്ച് അവിടുത്തെ ജനങ്ങളുമായി സംസാരിക്കാൻ. എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? എന്താണ് ഒരു മന്ത്രിക്ക് ഒരു ശേഷിയില്ലാത്തത്? അപ്പോൾ ഇത്ര ശേഷി കുറഞ്ഞവരാണോ ഇവർ? റീല് കൊണ്ട് മാത്രം കേരളത്തിലെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വിചാരിച്ചോ? ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയുടെ മുന്നിൽ വന്ന് നിന്ന് അതിനെ നേരിടുന്നവനാണ് നേതാവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂക്കാതെ പഴുത്തതാ. ഇത് ചവിട്ടിക്കൂട്ടി പഴുപ്പിച്ചിട്ട് വെച്ചതാണ് ഈ മന്ത്രിയെ. അതെന്തുകൊണ്ടാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ. മറ്റത് ഓളത്തിനനുസരിച്ച് നീന്താൻ ആർക്കാ കഴിയാത്തത്? ഒരു തിര എതിരെ വന്നപ്പോൾ ഓടി ഒളിക്കുകയാണ്. 3 ദിവസം വാതിലടച്ചിരുന്നു. 3-ാമത്തെ ദിവസം പിന്നെ ഫേസ്ബുക്കിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മെല്ലെ സ്റ്റെപ്പിൻ ചെയ്യുന്നത്. ഇത്രമാത്രം അധൈര്യം ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പ്രസ്ഥാനത്തെ നയിക്കുന്നത്? അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന റീലുകളും പ്രവർത്തനങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം. ഇവിടെ ഇതിൽ ഏറ്റവും വിഷമിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെപ്പോലെ തന്നെ ആശാ വർക്കർമാരുടെ സമരം നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. എന്താണ് ഒരു സഖാവിന് പറയാനുള്ളത്? അതൊരു വാശിപ്പുറത്ത് എന്നോട് ചോദിക്കാതെ നിങ്ങളോട് ആര് സമരം ചെയ്യാൻ ചെയ്തു എന്നാണ് ഈ സമരസഖാക്കളോട് സഹോദരിമാരോട് ചോദിച്ചത്. അപ്പോൾ പിണറായിയോട് ചോദിക്കാതെ സമരം പോലും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ ഫാസിസവും മോഡിയും തമ്മിൽ എന്താ വ്യത്യാസം? ഇതിലേറെ ബെറ്റർ മോഡിയല്ലേ? ഇതിലേറെ ബെറ്റർ മോഡിയല്ലേ? ഇത്രമാത്രം ജനങ്ങളെ എന്താ പറയുക, ജനകീയ സമരങ്ങളെ അടിച്ചമർത്തുന്ന, വിമർശനങ്ങളെ അടിച്ചമർത്തുന്ന നിങ്ങളൊരു വാർത്ത കൊടുത്താൽ പോലും അത് താങ്ങാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? എവിടെയാണ് ഫാസിസ്റ്റ് ഭരണം? കേന്ദ്രത്തെക്കാൾ